പത്രവാർത്തകൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ പ്രേക്ഷകരെ വായിച്ചു കേൾപ്പിക്കാം. നിങ്ങളുടെ തിരക്കിനിടയിൽ പത്രം വായിക്കാൻ സമയം കിട്ടില്ല എന്നാരും പരാതി പറയരുത്. നമ്മൾ ഓരോ പത്രത്തിൻ്റെയും പ്രധാനപ്പെട്ട വാർത്തകൾ ആദ്യം നമുക്കൊന്ന് നോക്കിപ്പോകാം. മലയാള മനോരമയിൽ കുട്ടികൾക്ക് വിലക്ക് എന്ന തലക്കെട്ടിൽ മാർബേസിൽ നാവാമുകുന്ദ സ്കൂളുകളെ അടുത്ത വർഷത്തെ മേളയിൽ പങ്കെടുപ്പിക്കില്ല. കായികമേളയിലെ കാര്യമാണ് കേട്ടോ. ദേശീയ താരങ്ങൾക്കടക്കം അവസര നഷ്ടം എന്ന വാർത്ത ആദ്യ പേജിൽ. ആചാരങ്ങൾ മാറ്റാൻ ആർക്കും അധികാരമില്ല എന്ന് NSS പറഞ്ഞതും മന്നം വേദിയിൽ ഇന്നലെ രമേശ് ചെന്നിത്തലയും ഒപ്പം ജി സുകുമാരൻ നായരും വേദി പങ്കിട്ടിരിക്കുന്ന ചിത്രവും മലയാള മനോരമ ആദ്യ പേജിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇന്നലെ അനിൽ അംബാനിയുടെ റിലയൻസിൽ പണമിറക്കി KFCക്ക് നഷ്ടം 101 കോടി, പിന്നിൽ അഴിമതി എന്ന് സതീശൻ പറഞ്ഞതും മലയാള മനോരമ പത്രം ലീഡ് വാർത്തകളായി തന്നെ നൽകുന്നു. S ജയചന്ദ്രൻ നായർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, കലാകൗമുദി, സമകാലിക മലയാളം എന്നീ വാരികകളുടെ പ്രധാനപ്പെട്ട എഡിറ്ററായിരുന്ന ജയചന്ദ്രൻ നായർ സാർ മരിച്ചതും പത്രം ആദ്യ പേജിൽ കൊടുക്കുന്നുണ്ട്. മാതൃഭൂമിയിൽ പ്രതിഷേധമേളം വേണ്ട, മേളകളിൽ കുട്ടികളെ ഇറക്കി പ്രതിഷേധിച്ചാൽ സ്കൂളുകളെ വിലക്കും എന്ന വാർത്ത മാതൃഭൂമിയും ലീഡ് വാർത്തയായി കൊടുക്കുന്നു. ഒപ്പം നായകച്ചിരി എന്ന തലക്കെട്ടിൽ പെരുന്നയിലെ സമ്മേളനത്തിന്റെ ദൃശ്യമുണ്ട്. ഒപ്പം കേരള ഗവർണർ, മുഖ്യമന്ത്രിയും ഇന്നലെ കേരള ഗവർണറുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പരസ്പരം പുഞ്ചിരിച്ചു നിൽക്കുന്ന ചിത്രവുമുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കി വരാം. ആദ്യം നമുക്ക് മലയാള മനോരമയിലെ പെരുന്നയിലെ വാർത്ത, ആ ചിത്രം ആദ്യം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ കാണിക്കാം. ആചാരങ്ങൾ മാറ്റാൻ ആർക്കും അധികാരമില്ല എന്ന് NSS പറഞ്ഞു. മലയാള മനോരമയിൽ ചങ്ങനാശ്ശേരി പെരുന്ന NSS ആസ്ഥാനത്ത് നടന്ന മന്നം ജയന്തി സമ്മേളനത്തിൽ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല MLAയും സംഭാഷണത്തിൽ നിൽക്കുന്ന ചിത്രമാണ് മലയാള മനോരമ ആദ്യ പേജിൽ പങ്കുവച്ചിരിക്കുന്നത്. ആചാരങ്ങൾ മാറ്റാൻ ആർക്കും അധികാരമില്ല എന്ന തലക്കെട്ടാണ്. ക്ഷേത്രങ്ങൾക്കുള്ളിൽ ഷട്ട് മുഖ്യമന്ത്രി പിന്തുണയ്ക്കാൻ പാടില്ലായിരുന്നുവെന്ന് സുകുമാരൻ നായർ. NSS മതനിരപേക്ഷതയുടെ ബ്രാൻഡെന്ന് രമേശ് ചെന്നിത്തല. മതവിശ്വാസത്തിൽ സ്വാതന്ത്ര്യമുണ്ടാകണമെന്നും വ്യാഖ്യാനങ്ങൾ ഹിന്ദുവിന്റെ പുറത്തു മാത്രമേ ഉള്ളൂ എന്നും NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്ക് അവരുടെ ആചാരങ്ങൾ അനുസരിച്ചുള്ള വസ്ത്രധാരണവും മറ്റുമുണ്ട്. ഇത് തെറ്റാണെന്ന് പറയാൻ ശിവഗിരി മഠത്തിനോ മുഖ്യമന്ത്രിക്കോ ധൈര്യമുണ്ടോ? ക്ഷേത്രങ്ങൾക്കുള്ളിൽ ഷട്ട് ധരിക്കുന്നത് സംബന്ധിച്ചുള്ള അഭിപ്രായത്തെ മുഖ്യമന്ത്രി പിന്തുണയ്ക്കാൻ പാടില്ലായിരുന്നുവെന്നും സുകുമാരൻ നായർ പറഞ്ഞു. 148ാം മന്നം ജയന്തി സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു സുകുമാരൻ നായർ. ശ്രീനാരായണീയ ക്ഷേത്രങ്ങളിലും ഈ തീരുമാനത്തോട് യോജിച്ചു നിൽക്കുന്ന മറ്റു ക്ഷേത്രങ്ങളിലും ഷട്ടിട്ട് കയറാമെന്ന് തീരുമാനിച്ചാൽ ഒരു എതിർപ്പുമില്ല. എന്നാൽ മറ്റു ക്ഷേത്രങ്ങളിലെ കാലങ്ങളായി പിന്തുടരുന്ന ആചാരാനുഷ്ഠാനങ്ങളിൽ തീരുമാനമെടുക്കാൻ ആർക്കും അധികാരമില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു ഇതേ വാർത്ത തന്നെ മാതൃഭൂമിയും കൈകാര്യം ചെയ്യുന്നുണ്ട്. ആചാരം പാലിക്കാൻ അവകാശമുണ്ട്. മാതൃഭൂമിയിലെ ചിരി വളരെ രസകരമായൊരു ചിരിയാണ്. പെരുന്ന NSS ആസ്ഥാനത്ത് മന്നം ജയന്തി സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിനു ശേഷം സംഭാരം കുടിക്കുന്ന രമേശ് ചെന്നിത്തല MLAയും ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെയും ചിത്രം മാതൃഭൂമി പത്രവും പങ്കുവയ്ക്കുന്നു. നായക ചിരി എന്നാണ് കൊടുക്കുന്നത്. രണ്ടുപേരും നായകരാണല്ലോ. നായകർ ചിരി എന്നുള്ളതാണ്. ഒരാൾ അടുത്ത മുഖ്യമന്ത്രിയാവാനുള്ള കുപ്പായം ധരിച്ചിരിക്കുന്നു, മറ്റൊരാൾ പെരുന്നയിൽ NSSന്റെ ആസ്ഥാനത്തെ നായകനുമാണ്. ക്ഷേത്രങ്ങളിൽ ഉടുപ്പൂരി പ്രവേശിക്കുന്ന ആചാരത്തെ സവർണാധിപത്യമെന്നും മറ്റും വ്യാഖ്യാനിക്കുകയാണെന്നും ഹിന്ദുവിന് മാത്രം ആചാരം പറ്റില്ലെന്ന പിടിവാശി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അംഗീകരിക്കില്ലെന്നും NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. ക്രൈസ്തവരുടെയും മുസ്ലിങ്ങളുടെയും ഇടയിലും പല ആചാരങ്ങളുമുണ്ട്. അവയൊക്കെ പാലിക്കുന്നുണ്ടോ എന്ന് ശിവഗിരി മഠവും മുഖ്യമന്ത്രിയും ഒക്കെ അന്വേഷിക്കാത്തത് എന്താണ് ജി സുകുമാരൻ നായർ ചോദിച്ചത്. അപ്പോൾ അതും പത്രം പ്രധാനപ്പെട്ട വാർത്തയായി നൽകുന്നുണ്ട്. ഇനി മറ്റു വാർത്തകളിലേക്ക് കൂടി എത്തിയാൽ, ഇന്നലെ വന്ന വാർത്തയായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു നിലപാട്. അതായത് കായികമേളയുടെ സംസ്ഥാന പരിപാടിയിൽ, സംസ്ഥാന സമാപന സമ്മേളനത്തിൽ പ്രതിഷേധിച്ച കുട്ടികൾക്കും സ്കൂളുകൾക്കുമെതിരെ നടപടി വന്നിരിക്കുന്നു. മാർബേസിൽ നാവാമുകുന്ദ സ്കൂളുകളാണ് കഴിഞ്ഞ വർഷം കായിക മത്സരത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം നടത്തിയത്. ഈ സ്കൂളുകളെ ഇപ്പോൾ ഈ കായികമേളയിൽ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു. ദേശീയ താരങ്ങൾക്കടക്കം അവസര നഷ്ടമുണ്ടായിരിക്കുന്നു. നവംബറിൽ കൊച്ചിയിൽ നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ചാമ്പ്യൻ പട്ടം നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രതിഷേധമുയർത്തിയ 2 സ്കൂളുകൾക്ക് അടുത്ത വർഷത്തെ സ്കൂൾ കായികമേളയിൽ സർക്കാരിന്റെ വിലക്ക്. മലപ്പുറം തിരുനാവായ നാവാമുകുന്ദ HSS, കോതമംഗലം മാർബേസിൽ HSS എന്നീ സ്കൂളുകൾക്കെതിരെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ കടുത്ത നടപടി. ദേശീയ താരങ്ങൾ ഉൾപ്പെടെ ഈ സ്കൂളുകളിൽ പഠിക്കുന്ന കായിക താരങ്ങളുടെ അവസരം ഇതോടെ നഷ്ടമാകും എന്നുള്ളതാണ്. ഉത്തരവ് കയ്യിൽ കിട്ടിയ ശേഷം സ്കൂളിന്റെ ഭാഗം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കും എന്ന് മാർബേസിൽ സ്കൂൾ മാനേജ്മെന്റ് പറയുന്നുണ്ട്. സ്കൂളിന്റെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് നാവാമുകുന്ദ സ്കൂൾ മാനേജ്മെന്റ് പറയുന്നു. ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടൻ പറയുന്നത്
പറയുന്നത് കുട്ടികൾക്ക് അവസരം നിഷേധിച്ചുകൊണ്ടുള്ള അച്ചടക്ക നടപടിയെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പ്രതിഷേധമേളം വേണ്ട എന്ന തലക്കെട്ടാണ് മാതൃഭൂമി ഈ വാർത്തയ്ക്ക് നൽകിയിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നത്തെ വാർത്താ ദിനത്തിലെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് കൂടി മിന്നൽ വേഗത്തിൽ ഒന്ന് പോയി വരാം. മനോരമയിലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ KFCയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണമാണ്. അനിൽ അംബാനിയുടെ റിലയൻസിൽ പണമിറക്കി. KFCക്ക് നഷ്ടം 101 കോടി. പിന്നിൽ അഴിമതിയെന്ന് സതീശൻ. ഇടപാട് 2018 തോമസ് ഐസക് മന്ത്രിയായിരിക്കെ പിറ്റേ കൊല്ലം അനിൽ അംബാനിയുടെ കമ്പനി പൂട്ടി. അത് അനിൽ അംബാനിയുടെ കമ്പനിയിൽ KFC എന്ന കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്ഥാപനം പണമിടുന്നു. പണമിട്ട് പിറ്റേ കൊല്ലം ആ കമ്പനി പൂട്ടുന്നു. തോമസ് ഐസക് മന്ത്രിയായിരിക്കെ 2018 അനിൽ അംബാനിയുടെ കമ്പനിയിൽ 60 കോടി 80 ലക്ഷം നിക്ഷേപിച്ചതിന് പിന്നിൽ വൻ അഴിമതി എന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ്. അനിൽ അംബാനിയുടെ റിലയൻസ് കൊമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് പൂട്ടിപ്പോയതോടെ ചട്ടങ്ങൾ ലംഘിച്ച് നിക്ഷേപം നടത്തിയ KFCക്ക് പലിശയടക്കം 101 കോടി രൂപ നഷ്ടപ്പെട്ടതായും സതീശൻ ആരോപിച്ചു. നിയമപ്രകാരം സംസ്ഥാനത്തെ വ്യവസായങ്ങൾക്ക് വായ്പ നൽകുകയാണ് KFCയുടെ മുഖ്യ ലക്ഷ്യം. KFCയുടെ അസറ്റ് ലയബിലിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനപ്രകാരം പണം നിക്ഷേപിച്ച വിവരം വാർഷിക റിപ്പോർട്ടിൽ മറച്ചുവെച്ചു തുടങ്ങിയ ഗുരുതര ആരോപണവും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ പണം നിക്ഷേപിച്ചത് ചട്ടമനുസരിച്ചാണെന്നും ഐസക്കും ബാലഗോപാലും പറഞ്ഞു. മികച്ച റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിലാണ് റിലയൻസിൽ പണം നിക്ഷേപിച്ചതെന്നും ചട്ടങ്ങളെല്ലാം പൂർണ്ണമായും പാലിച്ചിരുന്നുവെന്നും മുൻ മന്ത്രി TM തോമസ് ഐസക്. ആരോപണങ്ങൾക്ക് തെളിവ് ഹാജരാക്കാൻ സതീശൻ തയ്യാറാകണം. ഡബിൾ റേറ്റിംഗ് ഉള്ള സ്ഥാപനങ്ങളിൽ കൊട്ടേഷൻ വിളിച്ച് നിക്ഷേപം നടത്താൻ നിയമപരമായി KFCക്ക് കഴിയും. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ക്രെഡിറ്റ് ഏജൻസികൾ AA+ റേറ്റിംഗ് ആണ് RCFLന് നൽകിയത്. നിക്ഷേപം നടത്തിയ വർഷം 250 കോടി രൂപയായിരുന്നു ഈ കമ്പനിയുടെ ലാഭം. നിക്ഷേപിച്ച 60 കോടി രൂപ പോയിട്ടൊന്നുമില്ല. ഇപ്പോൾ 52% തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായും പണം ലഭിക്കണമെന്ന നിലപാടിൽ ആലോചന നടക്കുന്നുണ്ടെന്നും ഐസക് പ്രതികരിച്ചിട്ടുണ്ട്. എല്ലാ നടപടിക്രമവും പാലിച്ചാണ് റിലയൻസിൽ KFC നിക്ഷേപം നടത്തിയതെന്നാണ് ധനമന്ത്രിയുടെയും വാദം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതൊരു പ്രധാനപ്പെട്ട ആരോപണമായി വരും ദിവസങ്ങളിൽ വളരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ തെളിവ് ഹാജരാക്കണം എന്നാണ് തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാന വാർത്ത മലയാള മനോരമയിലുള്ളത് ഇന്നലെ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് കർഷക സമരത്തെക്കുറിച്ച് ചോദിച്ച ചോദ്യമാണ്. കർഷക പ്രശ്നം കേൾക്കാൻ കേന്ദ്രത്തിന് മടിയെന്ത് എന്നാണ് സുപ്രീം കോടതി കേന്ദ്രത്തോട് ചോദിച്ചത്. പഞ്ചാബ് സർക്കാരിന് വീണ്ടും രൂക്ഷ വിമർശനമാണ്. അവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ജഗ്ദീപ് സിംഗ് ദല്ലേവാൾ എന്ന 70 വയസ്സുകാരനായ കർഷക നേതാവിൻ്റെ നില മോശമായി തുടരുകയാണ് അനുദിനം. കർഷകരുടെ ന്യായമായ പരാതികൾ കേൾക്കാനും പരിഗണിക്കാനുമുള്ള സന്നദ്ധത കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് പരസ്യപ്പെടുത്തുന്നില്ലെന്ന് സുപ്രീം കോടതി ആരാഞ്ഞു. മിനിമം താങ്ങുവില ഉൾപ്പെടെ കർഷകർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ കോടതി ഇടപെടൽ തേടിയുള്ള ഹർജിയെക്കുറിച്ച് അറിയില്ലെന്ന് കേന്ദ്ര സർക്കാരിനു വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പ്രതികരിച്ചപ്പോഴായിരുന്നു ചോദ്യം. പ്രശ്നപരിഹാരത്തിന് കർഷകരുമായി ചർച്ച നടത്താൻ നിയോഗിക്കപ്പെട്ട ഉന്നതാധികാര സമിതിക്ക് മുന്നിൽ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ ഹർജിക്കാരിയായ ഗുനീന്ദർ കൗർ ഗില്ലിനോട് കോടതി നിർദ്ദേശിച്ചു. ഈ ഘട്ടത്തിൽ സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയുടെ കാര്യം തുഷാർ മേത്ത ഉന്നയിച്ചു. എന്തായാലും ഒരു മാസത്തിലേറെയായി ഖനൌരി അതിർത്തിയിൽ നിരാഹാരമനുഷ്ഠിക്കുന്ന കർഷക നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലേവാളിനെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന വിഷയത്തിൽ പഞ്ചാബ് സർക്കാരിനെ വീണ്ടും കോടതി രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. ഈ വാർത്തയും പത്രം പങ്കുവയ്ക്കുന്നുണ്ട്. മാത്രവുമല്ല, മനോരമയിലെ കുഞ്ചിക്കുറിപ്പിലെ കാർട്ടൂൺ കൗതുകകരമാണ്. സ്കൂൾ കായികമേളയിലെ പരസ്യ പ്രതിഷേധം 2 സ്കൂളിന് വിലക്ക് എന്ന വാർത്തയാണ് കുഞ്ചിക്കുറിപ്പ് കാർട്ടൂണാക്കിയിരിക്കുന്നത്. വഴി തടഞ്ഞ് സമരം നടത്തുന്നവൻ നേതാവ് എന്ന് പറയുന്നുണ്ട്. വഞ്ചിയൂരിലെ സമരം പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും. വഞ്ചിയൂരിൽ സമരം നടത്താൻ CPMന് സാധിക്കും. സമരമല്ല, സമ്മേളനത്തിൽ വഴിയൊക്കെ അടച്ചുകൊണ്ട് സമ്മേളനം നടത്താൻ സാധിക്കും. കുട്ടികളൊന്ന് പ്രതിഷേധിച്ചാൽ അവരെ വിലക്കുമോ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കുട്ടികളെ വിലക്കുന്നത് ശരിയല്ല എന്ന നിലപാട് പൊതുവായിട്ടുണ്ട്. സ്കൂളുകളെ അത്തരം കാര്യങ്ങളിൽ ഒരു അലേർട്ട് കൊടുക്കുക എന്നതിനും അപ്പുറത്തേക്ക് കായിക താരങ്ങൾ വളർന്നു വരുന്നവരല്ലേ, അവരെ സ്കൂൾ ചെയ്തതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. ജയചന്ദ്രൻ നായർക്ക് ഒരു ഓർമ്മക്കുറിപ്പ് കൂടി മനോരമ ആദ്യം പങ്കുവയ്ക്കുന്നുണ്ട്. വിടവാങ്ങിയത് ശ്രദ്ധേയനായ പത്രാധിപർ, ഗ്രന്ഥകാരൻ എന്ന തലക്കെട്ടോടുകൂടിയാണ്. മലയാള പത്രപ്രവർത്തന രംഗത്തെ ആദരണീയനായ നാമങ്ങളിലൊന്നായ S ജയചന്ദ്രൻ നായർ 85 വയസ്സ്, ബംഗളൂരുവിൽ മകളുടെ വസതിയിൽ അന്തരിച്ചു. 2 ആഴ്ചയായി ചികിത്സയിലായിരുന്നു. സംസ്കാരം നടത്തി. നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, നിരൂപകൻ, ഗ്രന്ഥകാരൻ എന്നീ നിലകളിലും ശ്രദ്ധേയനായിരുന്നു. ഭാര്യ സരസ്വതി അമ്മ, മക്കൾ ഡോക്ടർ ജയദീപ്, ദീപ നായർ, മരുമക്കൾ ആഷു, അജിത് ഗുപ്ത. തിരുവനന്തപുരം ശ്രീവരാഹത്ത് 1939 ജയചന്ദ്രൻ നായരുടെ ജനനം. കലാകൗമുദിയുടെ പത്രാധിപരായിരുന്നു. പിന്നീട് സമകാലിക മലയാളം എന്ന വാരിക തുടങ്ങുമ്പോൾ അതിൻ്റെയും സ്ഥാപക എഡിറ്ററായിരുന്നു S ജയചന്ദ്രൻ നായർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മാതൃഭൂമിയിലേക്ക് എത്തിയാൽ ഈ വാർത്തകൾക്കൊപ്പം മറ്റു ചില വാർത്തകൾ കൂടിയുണ്ട്. ആ 2 വാർത്തകളും കൗതുകമുള്ള വാർത്തകളാണ്. അതിലൊരു വാർത്ത, നമ്മുടെ ഈ ഏഷ്യയിൽ ഏറ്റവും തിരക്കേറിയ നഗരം ഏതാണെന്നറിയാമോ? ആ കുപ്രസിദ്ധി കിട്ടിയിരിക്കുന്നത് ബംഗളൂരുവിനാണ്.
കുരുക്കിൽ ബംഗളൂരു ഏഷ്യയിൽ ഒന്നാമത് എന്ന ഒരു വാർത്ത മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എത്ര സമയമാണെന്നറിയാമോ? അരമണിക്കൂറിൽ ബാംഗ്ലൂരുവിൽ ശരാശരി യാത്രക്കാരൻ കുരുക്കിലെടുക്കുന്നത് 28 മിനിറ്റും 10 സെക്കൻഡുമാണ്. 10 കിലോമീറ്റർ കടന്നു പോകാൻ വേണ്ടി ബംഗളൂരുവിലെ കുരുക്കിൽ ഒരു യാത്രക്കാരൻ ശരാശരി എടുക്കുന്നത്. 10 കിലോമീറ്റർ താണ്ടാൻ 28 മിനിറ്റ് 10 സെക്കൻഡ്. അത് നിങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചി അറിയാത്തോണ്ടല്ലേ എന്ന് ചിലരെങ്കിലും ചോദിക്കുന്നുണ്ടാവും. അല്ല കേട്ടോ, ബംഗളൂരുവാണ് ഏറ്റവും തിരക്കേറിയ നഗരം. ഏഷ്യയിലെ ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള നഗരം ബംഗളൂരുവാണെന്ന് സ്വകാര്യ ഏജൻസിയുടെ പഠനം. 10 കിലോമീറ്റർ പിന്നിടാൻ ശരാശരി 28 മിനിറ്റ് 10 സെക്കൻഡ് വേണമെന്ന് നെതർലൻഡ്സ് ആസ്ഥാനമായുള്ള ലൊക്കേഷൻ ടെക്നോളജി കമ്പനിയായ ടോം ട്രാഫിക് ഇൻഡെക്സ് റിപ്പോർട്ടിൽ വ്യക്തമാക്കി. അവിടെ ഗൂഗിൾ മാപ്പൊക്കെ എടുത്ത് നോക്കിയാൽ ഭയങ്കര രസമാണ്. മൊത്തം ചോന്നിരിക്കും, എല്ലാ തരത്തിലും ബ്ലോക്കാണ്, ടോട്ടൽ ബ്ലോക്ക്. എവിടെ? നമ്മുടെ ബംഗളൂരുവിൽ. ഇത്രയും അധികം തിരക്കുള്ളൊരു നഗരത്തിൽ വേണ്ടത്ര പൊതുഗതാഗത സംവിധാനം ഇല്ല എന്നുള്ളതാണ് ബംഗളൂരു നഗരത്തിൻ്റെ ഏറ്റവും വലിയ പരാധീനത. മറ്റൊരു വാർത്തയുള്ളത്, വിമാനയാത്രക്കാരുടെ വിവരങ്ങൾ കസ്റ്റംസിനെ അറിയിക്കണം. അന്താരാഷ്ട്ര വിമാനയാത്രക്കാരുടെ വിവരങ്ങൾ യാത്ര പുറപ്പെടുന്നതിന് 24 മണിക്കൂർ മുമ്പ് വിമാന കമ്പനികൾ കസ്റ്റംസിന് നിർബന്ധമായും കൈമാറണമെന്ന വ്യവസ്ഥ ഏപ്രിൽ 1 മുതൽ രാജ്യത്ത് നിലവിൽ വരും. ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന അന്താരാഷ്ട്ര സർവീസുകളിലെ യാത്രക്കാരുടെ വിവരങ്ങളാണ് നൽകേണ്ടത്. പാലിച്ചില്ലെങ്കിൽ വിമാന കമ്പനികൾക്ക് നേരെ ശിക്ഷാ നടപടികൾ ഉണ്ടാവും. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് നിർബന്ധമാക്കുന്നതോടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ കഴിയുമെന്നാണ് കസ്റ്റംസിൻ്റെ വാദം എന്ന വാർത്ത കൂടി പത്രം പങ്കുവയ്ക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ സ്കൂളുകൾക്ക് റിപ്പബ്ലിക് ദിന അവധി ഉണ്ടാവില്ല. മഹാരാഷ്ട്രയിൽ സ്കൂളുകൾക്ക് ഇനി റിപ്പബ്ലിക് ദിനത്തിൽ അവധി ഉണ്ടാകില്ല. ആ ദിവസം കുട്ടികൾക്കായി ദേശീയതയ്ക്ക് പ്രാധാന്യം നൽകിയുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് മഹാരാഷ്ട്രയിൽ വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വാർത്തയും മാതൃഭൂമി പത്രം പങ്കുവയ്ക്കുന്നു. നമ്മൾ ദ ഹിന്ദു പത്രത്തിൻ്റെ ലീഡ് വാർത്ത കൂടി ഒന്ന് പരിശോധിച്ചിട്ട് നമ്മുടെ പ്രതിനിധി റിനു സീതറിലേക്ക് പോകാം. മെഡിക്കൽ ഹെൽപ്പ് നോട്ട് എ റൂസ് ടു ഡീറെയിൽ ദല്ലേവാൾ സ്ട്രൈക്ക്. മെഡിക്കൽ റിപ്പോർട്ട് കൊണ്ട് ദല്ലേവാളിൻ്റെ സമരത്തെ നിങ്ങൾക്ക് അട്ടിമറിക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി പറയുന്നു. പഞ്ചാബ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് രൂക്ഷ വിമർശനം എന്ന വാർത്ത തന്നെയാണ് ദ ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. NSS ക്രിട്ടിസൈസ് CM സപ്പോർട്ട് ഫോർ ചേഞ്ചസ് ഇൻ ടെമ്പിൾ കസ്റ്റം. ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ മാറ്റുന്നതിൽ മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തെ NSS വിമർശിച്ചതും ഇന്നലെ ദ ഹിന്ദു പത്രം വലിയ വാർത്തയായി ആദ്യ പേജിൽ നൽകുന്നു. വിൽ ഡു വാട്ട് എവർ ഈസ് പോസിബിൾ ഇൻ നിമിഷ പ്രിയ കേസ് സെയ്സ് ഇറാൻ. നിമിഷപ്രിയയുടെ മോചനത്തിനായി രംഗത്ത് വരുന്നു. എന്താണോ സാധ്യമായത് അതെല്ലാം ചെയ്യും എന്ന് ഇറാനും പറയുന്നതായിട്ട് ദ ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രോഹിത് ഈസ് ഡൗട്ട്ഫുൾ സ്റ്റാർട്ടർ ഫോർ ഫൈനൽ ഗെയിം. രോഹിത് അവസാന മത്സരം ഇന്ന് തുടങ്ങിയ സിഡ്നി ടെസ്റ്റ് കളിക്കില്ല എന്ന വാർത്തയും ദ ഹിന്ദു പത്രം ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ,